ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡെസ്ക്ടോപ്പിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഇന്റേണൽ CD ആൻഡ് DVD റൈറ്ററാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നലെ പാക്കിങ്ങിലൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ സേഫ്റ്റിയിലാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ CD or DVD റൈറ്റർ. അപ്പോൾ ഇത് LGയുടെ DVD or CD റൈറ്ററാണിത്. അപ്പോൾ നമുക്കിതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നല്ല പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ DVD റൈറ്റർ ഒന്ന് നമുക്ക് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ DVD റൈറ്റർ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഫിനിഷാണ്, നല്ല കളറൊക്കെ നല്ല ഫിനിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയും. LGൻ്റെ സൂപ്പർ മൾട്ടി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നല്ല ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല പെയിന്റിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എനിക്കിത് വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ 800 രൂപ ആ റേഞ്ചിൽ ഇതിന് പ്രൈസ് ആയിട്ടുള്ളൂ. അപ്പോൾ മുന്നേക്കെ ആണെങ്കിൽ 4000 രൂപ 5000 രൂപയൊക്കെ ആയിരുന്നു ഇതുപോലുള്ള CD റൈറ്ററിൻ്റെ വില. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ PC ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്കത് ഫിക്സ് ചെയ്യേണ്ട ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു സ്പേസ് നമ്മൾ ക്യാബിനറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തേക്ക് വീഴുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ CD or DVD റൈറ്റർ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പോർഷൻ ഞാൻ റിമൂവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മളത് ഫിറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഉള്ളിലേക്കാണ് ഇത് വെച്ച് കൊടുത്തത്. അപ്പോൾ അവിടെ നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ വയർ കണക്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് സാറ്റ കണക്ടറാണ്. അപ്പോൾ സാറ്റ കണക്ടർ എന്ന് പറയുന്നത് ഇതിൽ ഡാറ്റാസ് നമ്മൾ മദർ ബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സാറ്റ കണക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സാറ്റ കണക്ട് ചെയ്യേണ്ട ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് സാറ്റ കേബിൾ. ഇത് അതിൻ്റെ സാറ്റ പോർട്ടിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം അത് മദർ ബോർഡ് പോയി ബന്ധപ്പെടുത്തേണ്ടതാണ്. പിന്നെ ഇതിന് വരുന്ന കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ സപ്ലൈയുടെ കണക്ഷനാണ്. അത് നമ്മൾ നമ്മുടെ SMBSൽ നിന്നും കണക്ഷൻ എടുത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കണക്ടർ SMBSൽ കാണാൻ കഴിയും. അതാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വരുന്നത് 12 വോൾട്ടാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ആ ഭാഗത്ത് നിന്ന് കിട്ടുക. അപ്പോൾ ഈ കണക്ടറാണ് നമ്മൾ DVD റൈറ്ററുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ DVD റൈറ്റർ കണക്ട് ചെയ്തതിന് മുന്നേ തന്നെ ഇത് ഫിക്സ് ചെയ്ത് വെക്കാൻ പാടില്ല. അപ്പോൾ ഇതിന് കണക്ടറൊക്കെ കൊടുത്തു, ഡാറ്റ കണക്ടർ, അതുപോലെ തന്നെ പവർ സപ്ലൈ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പുറത്ത് വയർ അതിൻ്റെ ഉള്ളിലൂടെ ഗ്യാപ്പിലൂടെ എടുത്തതിന് ശേഷം അത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മളത് ഉള്ളിലേക്ക് വെച്ച് സ്ക്രൂ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പിറകിൽ SMBS വീഴുന്നത് കൊണ്ട് തന്നെ ഡാറ്റ കണക്ഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പുറത്ത് വെച്ചത് കൊടുത്ത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ PC ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ബട്ടൺ ഞാൻ പ്രസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക് ട്രേ സക്സസ്ഫുൾ ആയിട്ട് ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് അത് ഇൻസേർട്ട് ആകുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിലൊരു ഡിസ്ക് ഇട്ടിട്ട് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു ഡിസ്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് റീഡിംഗ് സ്പീഡ് എത്രയുണ്ട് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ സിസ്റ്റത്തിൽ ഇത് ഡിറ്റക്റ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ DVD റൈറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് സ്ക്രൂ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനിത് അസംബിൾ ചെയ്ത PC ആണ്. അപ്പോൾ അതിൻ്റെ CPU കേസിന് ഒന്നിച്ച് എനിക്ക് ഒരുപാട് സ്ക്രൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അത് ഉപയോഗിച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ 4 സ്ക്രൂസാണ് വരിക. 2 സൈഡിലെ കവർ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഫിക്സ് ചെയ്യേണ്ടത്. അതിൻ്റെ എക്സാക്ട് പൊസിഷൻ നമ്മളത് നോക്കിയിട്ട് വേണം അത് ഫിക്സ് ചെയ്യാൻ. കൃത്യമായിട്ട് നോക്കൂ, ഗ്യാപ്പൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സ്ക്രൂ ചെയ്യുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ ക്രോസ് ആയിട്ട് സ്ക്രൂ ചെയ്യാൻ ശ്രമിക്കുക. 2 ഭാഗത്തുമായിട്ട് ക്രോസ് ആയി സ്ക്രൂ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ബാക്കിയുള്ള സ്ക്രൂസ് ഇട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ സ്ക്രൂ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് അത് ഇൻസേർട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഗ്യാപ്പൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അത് അതിൻ്റെ കേസ് അടച്ചു. അപ്പോൾ നമുക്ക് അതിനുശേഷം നമുക്കിതിൻ്റെ പെർഫോമൻസ് നോക്കാം, റീഡിംഗ് പെർഫോമൻസ് നോക്കാം. അപ്പോൾ റൈറ്റിംഗ് പെർഫോമൻസ് നോക്കാം. എൻ്റെ കയ്യിൽ ഡിസ്ക് ഇല്ലാതായിപ്പോയി. നമുക്ക് empty ഡിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റൈറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് CD DVD empty ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവൈലബിൾ അല്ല. നമുക്ക് ഓൺലൈനായിട്ട് ഒരു സെറ്റ് ഒക്കെ വാങ്ങാൻ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു DVD ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പഴയ DVD ആണ് ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് റീഡ് ചെയ്യുന്നത് എത്ര സ്പീഡിലാണ് നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ ഇവിടെ റീഡിങ്ങിന് ഇൻഡിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രീൻ LED ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിലെ ഫയൽസൊക്കെ പെട്ടെന്ന് തന്നെ അത് ലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് MP3 ഫയൽസാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് റീഡ് ചെയ്തെടുത്തു. അപ്പോൾ ഇത് LGയുടെ M-Disk എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ DVD റൈറ്റർ. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഞാൻ പ്രസ് ചെയ്തിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് റീഫർബിഷ്ഡ് ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒക്കെ കാണിച്ചത് 2006 അങ്ങോട്ട് ആയിട്ടാണ് ഇത് കാണിച്ചത്. അപ്പോൾ ഇത് ഓൾഡ് ഐറ്റം നമുക്ക് റീഫർബിഷ്ഡ് ചെയ്തിട്ട് പെയിന്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് ആണ്. ഡിസ്ക് ഒക്കെ നല്ല രീതിയിൽ തന്നെ റീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റിംഗ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ empty ഡിസ്ക് കിട്ടിയ ഇതിൻ്റെ റൈറ്റിംഗ് ടെസ്റ്റ് ചെയ്യാൻ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ Windows 10-ലാണ് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന DVD റൈറ്റിനെക്കാളും ഫാസ്റ്റായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ താല്പര്യങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.